മോനെയും കൂട്ടി ജിയ വീട്ടിൽ തിരിച്ചെത്തി. സുഖല്ലേടി? നിനക്കോ? എനിക്ക് നീ കൂടെ ഇല്ലാത്ത വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷേ നിനക്ക് നമ്മളൊന്നും വേണ്ടല്ലോ. ഒരു തവണ കോൾ ചെയ്യാൻ പോലും നിനക്ക് തോന്നിയില്ലല്ലോ. നിന്റെ പഴയ നമ്പറിൽ ഞാൻ ഒരുപാട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിരുന്നു. സോറി ഡി, സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി. എന്നെപ്പോലും കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ മാത്രം എന്ത് സാഹചര്യാടി? എന്താ അവന്റെ വീട്ടുകാർ പ്രോബ്ലം ഉണ്ടാക്കിയോ? അതായിരുന്നെങ്കിൽ ഇതിലും ഭേദമായിരുന്നു. പിന്നെന്താ? നീ വാ, പറയാം. ഇന്നിവിടെയല്ലേ? യെസ്, ഇന്ന് നിന്റെ കൂടെ തന്നെ. 3-4 വർഷം കഴിഞ്ഞില്ലേ നമ്മളിങ്ങനെ ഒന്നിച്ച് നിന്നിട്ട്. അതെ, മിസ്ഡ് യു സോ മച്ച്. നീ പോയി ഫ്രഷ് ആയി വാ, ഞാൻ ചായ ഉണ്ടാക്കാം. പിന്നെ ഹരിയേട്ടൻ എവിടെ? ചേട്ടനൊരു റൂം എടുത്തിട്ടുണ്ട് 2 ഡേയ്സിനേക്ക്. ഓ, മമ്മി മമ്മി. വിക്കി കണ്ട മിന്നു ഞെട്ടി. ഇതാരാടി? എന്റെ മോനാ. നിങ്ങളുടെ മാരേജ് കഴിഞ്ഞോ? എന്നിട്ട് നിനക്ക് എന്നോട് ഒരു വാക്ക് പറയാൻ തോന്നിയില്ലല്ലോ. ഓ മൈ ഗോഡ്, ഇവന്റെ ഡാഡിയെ പോലെ തന്നെ ഉണ്ടല്ലോ കാണാൻ. എല്ലാം പറയാം, നീ പോയി പെട്ടെന്ന് ഫ്രഷ് ആയി വാ. ഞാൻ പെട്ടെന്ന് വരാം. മോനസേ, വിക്കിക്ക് ഒരു കിസ് കൊടുത്തിട്ട് മിന്നു ഫ്രഷ് ആവാൻ പോയി. മമ്മി ആരാ അത്? അതോ, മമ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പേരെന്താ? മിന്നു. മോൻ മിന്നു ആന്റിന്ന് വിളിച്ചോട്ടോ. ആ, വാ, മോനൂസിന് മമ്മി കഴിക്കാൻ തരാലോ. വിക്കി കഴിച്ചു കഴിഞ്ഞ് കളിക്കാൻ പോയി. എനിക്ക് എന്തൊക്കെയോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നു. ഞാനിവിടെ വന്ന് ഇത്ര നേരമായിട്ടും നീ നിന്റെ വിച്ചുവേട്ടനെ പറ്റി ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. നിങ്ങളുടെ മാരേജ് കഴിഞ്ഞെങ്കിൽ പിന്നെ നീയും മോനും എന്താ ഇവിടെ? കെവിനേട്ടന്റെ വീട്ടിലല്ലേ വേണ്ടത്? മോളെ, എനിക്ക് പേടിയാവുന്നു നീ ഇങ്ങനെ സസ്പെൻസ് ഇടുമ്പോ. ഞാൻ പറഞ്ഞില്ലടാ, ഞാൻ എല്ലാം പറയാം. നീ കഴിച്ചിട്ട് വാ, ഞാൻ മോനെ ഒന്ന് നോക്കട്ടെ. മിന്നു കഴിച്ച ശേഷം ജിയുടെ റൂമിലേക്ക് പോകുന്നു. മോൻ ഉറങ്ങിയോ? ആ, അവൻ ഉറങ്ങിപ്പോയി. അതേതായാലും നന്നായി, നമ്മൾക്ക് സംസാരിക്കാനുള്ളതല്ലേ. ഇനി നീ പറ, എന്തൊക്കെയാ ഞാൻ പോയതിനു ശേഷം സംഭവിച്ചത്? ജിയ കുറച്ചു നേരം ഒന്നും പറയാതെ കട്ടിലിന്റെ അരികിൽ ഇരുന്നു. കൈകൾ വിറക്കുന്നത് മിന്നു ശ്രദ്ധിച്ചു. ജിയ, നീ എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. എന്താ കാര്യം? നിങ്ങളുടെ മാരേജ് എപ്പോഴാ കഴിഞ്ഞത്? മാരേജ് കഴിഞ്ഞു, പക്ഷേ എന്റെ അല്ല, കെവിനേട്ടന്റെ മാത്രം. മോളെ, നീ എന്നെ പറ്റിക്കാനാണോ? അല്ലടാ, എവിടുന്ന് തുടങ്ങേണ്ടതെന്ന് പോലും എനിക്കറിയില്ല മിന്നു. നീ പോയതിനു ശേഷം എല്ലാം പതിയെ മാറാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണോ നീ കെവിനേട്ടനെ സംശയിക്കാൻ തുടങ്ങിയത്? അല്ല മിന്നു, അത് നിന്റെ കുറ്റമല്ല. നീ പറഞ്ഞത് നീ കേട്ട കാര്യങ്ങളായിരുന്നു. പക്ഷേ അന്ന് എന്റെ മനസ്സിൽ ഇതിനോടകം ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്താ ഉണ്ടായത്? ആദ്യമൊക്കെ വെച്ചോട്ടാൻ ഭയങ്കര ബിസി ആയിരുന്നു. കമ്പനി മുഴുവൻ ഏട്ടന്റെ ഉത്തരവാദിത്തമായി. കോൾസ് കുറഞ്ഞു, കാണുന്നതും കുറഞ്ഞു. ഞാൻ വിചാരിച്ചു ജോലിയുടെ തിരക്കായിരിക്കുമെന്ന്. അത് സ്വാഭാവികല്ലേ? അതെ, ഞാനും അങ്ങനെ തന്നെയായിരുന്നു കരുതിയത്. പക്ഷേ പിന്നീട് ഓരോ കാര്യവും എന്റെ മനസ്സിൽ സംശയം ഉണ്ടാക്കാൻ തുടങ്ങി. എന്ത് സംശയം? അയറിൻ. അവളെന്ത് ചെയ്തു?
പറയാം. നീ പോയ ശേഷം ഞാൻ ഒരുപാട് ജോലിക്ക് ശ്രമിച്ചിരുന്നു. ജോൺ സാറാണ് എന്നോട് പറയുന്നത് കോളേജിലൊരു സ്റ്റാഫിൻ്റെ ഒഴിവുണ്ടെന്ന്. സോ ഞാൻ ആ പോസ്റ്റിലേക്ക് കയറി ടെമ്പററി ആയിട്ട്. അതിനുശേഷം കോളേജിൽ എന്നെക്കുറിച്ച് ഓരോ കഥകളും പ്രചരിക്കാൻ തുടങ്ങി. ഞാനും ജോൺ സാറും തമ്മിൽ റിലേഷനിലാണെന്നും എനിക്ക് വേറെയും ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അങ്ങനെ പലതും. ഞാൻ പണത്തിന് പിന്നാലെയാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ആണോ? ഇതൊക്കെ ആരെങ്കിലും വിശ്വസിച്ചോ? എല്ലാവരും ഇല്ല, പക്ഷെ ചിലർ വിശ്വസിച്ചു. പിന്നെ ആ റൂമേഴ്സ് വളർന്നു. ടെവിൻ അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഇഗ്നോർ ചെയ്യുന്നായിരുന്നു എന്നോട് പറയാറ്. സോ ഞാനും കാര്യമാക്കിയില്ല. പിന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ വിച്ചുവേട്ടനും അയരനും കൂടുതൽ അടുക്കുന്ന പോലെ തോന്നി. അയരൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. നീ ചോദിച്ചില്ലേ അതിനെപ്പറ്റി? ചോദിച്ചു. വിച്ചുവേട്ടൻ പറഞ്ഞു അതൊന്നും വലിയ കാര്യമല്ല. പക്ഷേ എന്തുകൊണ്ടോ ആ മറുപടി എനിക്ക് അത്ര തൃപ്തി തോന്നിയില്ല. മിന്നു പതുക്കെ അവളുടെ കയ്യിൽ പിടിച്ചു. ടെവിനായിട്ട് നിന്നോട് അവരുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷേ അങ്ങനെ പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് സ്വയം കഴിവ് തെളിയിക്കണമെന്ന് തോന്നി. സോ വിച്ചുവേട്ടൻ്റെ ഓഫർ ഞാൻ നിരസിച്ചു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതും ഒരു മണ്ടത്തരായിപ്പോയോ എന്ന് ഡൗട്ടുണ്ട്. ഞാൻ കരുതിയത് വിച്ചുവേട്ടൻ്റെ ഇതിൽ ഞാൻ കയറിയാൽ മറ്റുള്ളവർ എന്ത് കരുതുമെന്നാണ്, പ്രത്യേകിച്ച് വിച്ചുവേട്ടൻ്റെ പാരൻസ് ഒക്കെ. എന്നിട്ട് ജിയ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ ജോൺ സാർ. ആദ്യം എനിക്കൊരു പ്രശ്നവും തോന്നിയില്ല. എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ. ഞാനും അങ്ങനെയായിരുന്നു വിചാരിച്ചത്. പക്ഷേ അതല്ല സത്യം. നമ്മൾ ഇരുവരും അയാളെ തെറ്റായാണ് ധരിച്ചത്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ജോൺ സാർ പറഞ്ഞിരുന്നു റിച്ച് ഫാമിലീസ് ഒരിക്കലും സാധാരണ പെൺകുട്ടികളെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന്. അതെ, അന്നത് കേട്ടപ്പോൾ എനിക്കും തോന്നി ഒരുപക്ഷെ വിച്ചുവേട്ടൻ പതിയെ എന്നിൽ നിന്ന് അകന്നു പോവുകയാണോ എന്ന്. പക്ഷേ അത് സത്യമല്ലായിരുന്നു. ജിയ കണ്ണുകളടച്ച് ശ്വാസം ഒന്ന് വിട്ടു. ഇന്ന് പിന്നോട്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്നു നമ്മളെ രണ്ടുപേരെയും ഓരോ വഴിക്ക് മാനിപ്പുലേറ്റ് ചെയ്യുകയായിരുന്നു എന്ന്. ജിയ, അന്നൊന്നും അതെനിക്ക് മനസ്സിലായില്ല. ഓരോ ദിവസവും ഒരു പുതിയ സംശയം, ഒരു പുതിയ റൂമർ, ഒരു പുതിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ജിയ കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നു. കണ്ണുകൾ നിറഞ്ഞിരുന്നു. ചെറിയ ചെറിയ വഴക്കുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മുമ്പ് 5 മിനിറ്റിനുള്ളിൽ തീർന്നിരുന്നത് പിന്നെ ദിവസങ്ങളോളം സംസാരിക്കാതിരിക്കാനുള്ള കാരണമായി. എന്നിട്ട് അതിനുശേഷമാണ് എല്ലാം മാറി മറിഞ്ഞത്. ജിയ നേരെ മിന്നുവിനെ നോക്കി. ഒരു ദിവസം ഒരു കഫേയിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായി. ആ ദിവസമാണ് എൻ്റെ ജീവിതം മുഴുവൻ മാറിയത്. മിന്നു ഒന്നും മിണ്ടിയില്ല. ജിയുടെ കൈകളിൽ കൂടുതൽ മുറുകെ പിടിച്ചു. പറ, എനിക്കെല്ലാം കേൾക്കണം. ജിയ പതുക്കെ തലകുലുക്കി. ഞാനിനി ഒന്നും മറച്ചു വെക്കുന്നില്ല, എല്ലാം പറയാം. കുറെ ദിവസത്തിന് ശേഷം ഒരു ദിവസം ഉച്ചയ്ക്ക് ടെവിൻ്റെ മെസ്സേജ് വന്നു. വൈകിട്ട് 7:30 ജിയ ഫ്ലാറ്റിലെത്തി. ഇതെന്താ പുതിയ എക്സ്പെരിമെന്റ്? ചിരിക്കണ്ട, യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയതാ. കത്തിപ്പോയോ? ഇല്ല, കഴിക്കാനൊക്കെ പറ്റും. അവൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ഫ്ലാറ്റ് മുഴുവൻ പതിവിനേക്കാൾ നീറ്റായിരുന്നു. ഇതൊക്കെ എപ്പോഴാ ഒരുക്കിയത്? കഴിഞ്ഞ 3 ദിവസമായി പ്ലാൻ ചെയ്യുകയായിരുന്നു. ഓ, ബിസി മാൻ, ഇതിനൊക്കെ സമയം കിട്ടിയോ? കെവിൻ അവളെ നോക്കി. നിന്നെ പ്രോപ്പർലി കാണാൻ പോലും പറ്റാത്ത വിഷമം ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ പ്ലാൻ ചെയ്തതാ.
ചെന്തളിരേ ചെന്താമരയേ എൻ കൂടെ പോരാമോ അഴകേ അഴകേ നീ എന്നെന്തല്ലേ ഡിന്നർ കഴിഞ്ഞപ്പോൾ പ്ലേറ്റ്സ് രണ്ടുപേരും ചേർന്നാണ് വാഷ് ചെയ്തത്. കമ്പനി MD ആയ ആളെ കൊണ്ട് പ്ലേറ്റ് കഴുകിപ്പിക്കുന്നത് ശരിയാണോ? നിനക്ക് വേണ്ടി എന്തും ചെയ്യുന്നേ. എന്തു? ബാൽക്കണിയിൽ ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു. രണ്ടുപേരും കോഫി മഗ്സ് കയ്യിൽ പിടിച്ചു നിന്നു. കുറച്ചു നേരം ആരും ഒന്നും പറഞ്ഞില്ല. ആ നിശബ്ദത പോലും കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ ഒരുപാട് മിസ് ചെയ്തു. കെവിൻ അവളെ നോക്കി. ഞാനും. ബിസിയുടെ ഇടയിൽ അതിനൊക്കെ ടൈം കിട്ടിയോ? ഞാൻ ബിസിയാണെന്ന് പറഞ്ഞത് നിനക്ക് എക്സ്ക്യൂസ് ആയി തോന്നുന്നുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ കംപ്ലൈന്റ് ഒന്നും ചെയ്തില്ല. അതാണ് എനിക്ക് കൂടുതൽ ഗിൽറ്റ്. ഞാൻ ചെറുതായി ചിരിച്ചു. ഇങ്ങോട്ട് വാ. എന്തിന്? വാ. അവൻ അടുത്തേക്ക് നടന്നു. ഇതിനായിരുന്നു വിളിച്ചത്? പിന്നെന്താ കരുതിയത്? മീറ്റിങ്ങിന് പോകുന്ന പോലെ ദിവസവും നടക്കണ്ട. MD ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? എന്റെ മുന്നിൽ വേണ്ട. കാര്യശക്തമായി വീശി ജിയയുടെ മുടി മുഖത്തേക്ക് വീണു. കെവിൻ അത് പതുക്കെ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി. ഒരു നിമിഷം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. നമ്മളിങ്ങനെ എത്ര കാലം കൂടി വിളിച്ചു നടക്കും? ജിയുടെ മുഖത്തെ ചിരി അല്പം മുങ്ങി. എനിക്കറിയില്ല. എനിക്കറിയാം. അവൾ ചോദ്യം നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. ഞാൻ വീട്ടിൽ പറയാൻ പോവാ. ഇപ്പൊ വേണ്ടെന്നേ. നിനക്ക് ഇപ്പോഴും പേടിയാണോ? പേടിയാണ്, പക്ഷെ അത് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന പേടിയാണ്. കെവിൻ അവളുടെ കൈ തന്റെ കയ്യിൽ ചേർത്ത് പിടിച്ചു. അതൊരിക്കലും ഉണ്ടാവില്ല. ഐ പ്രോമിസ്. ജിയ ചിരിച്ചു. ലിവിംഗ് റൂമിലെ ലൈറ്റ് മാത്രം തെളിഞ്ഞു നിന്നു. മൂവി പ്ലേ ചെയ്തിരുന്നെങ്കിലും ആരും അത് ശ്രദ്ധിച്ചിരുന്നില്ല. ജിയ സോഫയുടെ ഒരു വശത്ത് ചാരിയിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അറിയാതെ അവളുടെ തല കെവിന്റെ തോളിലേക്ക് ചാഞ്ഞു. സ്ലീപ്പി? കുറച്ച്. സ്റ്റേ ടുനൈറ്റ്. അവൾ തല ഉയർത്തി അവനെ നോക്കി. ലേറ്റ് ആയോ? ഇത്ര ദിവസം കഴിഞ്ഞാണ് നമ്മളിങ്ങനെ മനസ്സമാധാനമായി ഒരുമിച്ചിരിക്കുന്നത്. അവൾ കുറച്ചു നേരം ഒന്നും പറഞ്ഞില്ല. പിന്നെ പതുക്കെ അവന്റെ കയ്യിൽ വിരലുകൾ കോർത്തു. ശരി. കെവിൻ അവളുടെ നെറ്റിയിൽ മൃദുവായ ചുമനം നൽകി. ഞാനൊന്ന് മുഖം കഴുകി വരാം. പുറത്ത് മഴ വീണ്ടും തുടങ്ങി. ജിയ ബാൽക്കണി ഡോർ അടിച്ച് തിരിഞ്ഞപ്പോൾ കെവിൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? എത്ര കാലം കഴിഞ്ഞാണ് നിന്നെ ഇങ്ങനെ കാണുന്നത്? ഏകദേശം 1 മാസം ആവാറായി. എനിക്കതൊരു യുഗം പോലെയാണ് തോന്നിയത്. ചിരിച്ചു. അവൾ അവന്റെ അടുത്തേക്ക് നടന്നു. ഇത്ര ബിസിയാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഞാൻ അത്രയും മിസ് ചെയ്തു. കെവിന്റെ മുഖത്തെ ചിരി പതിയെ മാഞ്ഞു. അവൻ അവളുടെ കയ്യിൽ പതുക്കെ പിടിച്ചു. ഐ ആം സോറി. എന്തിന്? നിന്നെ കാത്തിരുത്തിയതിന്. എന്നിലേക്ക് തിരിച്ചു വരുമെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. നിനക്കറിയില്ല, ചില ദിവസങ്ങളിൽ ജോലി തീർത്ത് എനിക്ക് നിന്നെ വിളിക്കാൻ പോലും സമയം കിട്ടാറില്ല. അപ്പോഴൊക്കെ തോന്നും ഞാൻ നിന്നോട് എന്തോ അന്യായം ചെയ്യുകയാണെന്ന്. ജിയ അവന്റെ അടുത്തേക്ക് ഒരുപടി കൂടി വന്നു. അങ്ങനെയൊന്നും കരുതണ്ട. എനിക്കറിയാം ഒന്നും മനഃപൂർവ്വമല്ലാന്ന്. റിയലി? എന്നെ അത്ര വിശ്വാസമാണോ? നിങ്ങളല്ലാതെ വേറെ ആരെ വിശ്വസിക്കാണ്? ആ മറുപടി കേട്ടപ്പോൾ അവൻ മൃദുവായി അവളുടെ കവിളിൽ കൈവച്ചു. ഒരു നിമിഷം മടിച്ചു നിന്നു. Can I? ജിയ മറുപടി പറഞ്ഞില്ല. അവൾ ചെറുതായി തലകുലുക്കി. കെവിൻ പതുക്കെ അവളുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. ജിയ കണ്ണുകൾ അടച്ചു.
അവൻ അല്പം പിന്നിലേക്ക് മാറിയപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇത്രയേ ഉള്ളൂ? രവീൻ ചിരിച്ചു. ഇത്ര മതി. എന്തു പറ്റി? നത്തിങ്. ഞാൻ എന്നും നിന്നെ വിളിക്കുന്നത് ഇതിനാണെന്ന് നീ കരുതാതിരിക്കാൻ. But I want you today. I missed you so much. Are you sure? Yes. നാളെ ഞാനൊരു ബിസിനസ് ടൂറിന് പോവുകയാണ്. 1 വീക്ക് കഴിയും തിരിച്ചു വരാൻ. അതെന്താ പെട്ടെന്ന്? ഇന്നലെ ഒന്നും പറഞ്ഞില്ലല്ലോ. ആക്ച്വലി ഡാഡി പോകാമെന്ന് പറഞ്ഞതാ. രാവിലെ വിളിച്ചാണ് പറയുന്നത് ഡാഡിക്ക് വയ്യ എന്നോട് പോവാൻ. Oh, again, I'm gonna miss you. Me too. മച്ചാനെ, നീ എവിടാടാ? ഞാൻ നാട്ടിലെത്തിയടാ. നീയോ? ആണോ? എന്നാ വാ, നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. ഞാനൊരു 3 days കൂടി കാണും ഇവിടെ. ഓക്കേടാ, നീ ലൊക്കേഷൻ സെൻഡ് ചെയ്യ്. നമ്മുടെ ജാക്സന്റെ മാരേജ് അടുത്തുട്ടാ, നീ അറിഞ്ഞോ? അവൻ വീട്ടിൽ പറഞ്ഞു അവന്റെ ഇഷ്ടം. ആണോ? ഞാൻ അറിഞ്ഞില്ല. അവൻ വിളിക്കുമായിരിക്കും. നിനക്ക് പെണ്ണ് നോക്കുന്നില്ലടാ? നീ ഓൾമോസ്റ്റ് സെറ്റിൽ ആയില്ലേ ഇപ്പോ? നിനക്ക് എന്തിനാല്ലേ വേറെ നോക്കുന്നത്? ഐറിനുണ്ടല്ലോ. പോടാ, നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഐറിനെയാണ് ഞാൻ കിട്ടുന്നതെന്ന്? അതില്ല, പക്ഷെ അവള് പറഞ്ഞിട്ടുണ്ട്. അവളങ്ങനെ പലതും പറയും. അപ്പോ മോന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അതൊക്കെ നീ സമയാകുമ്പോ അറിയും. നിന്റെ കാര്യം പറ. എന്റെ എന്താ, എനിക്കൊന്നും സെറ്റ് ആവുന്നില്ലടാ. അത് പിന്നെ നിന്റെ കൺസെപ്റ്റ് ഒക്കെ വെച്ച് ഒരു കുട്ടിയെ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അവന്റെ ഒടുക്കത്തെ ഒരു കൺസെപ്റ്റ്. ഒരാളുണ്ടായിരുന്നു എന്റെ കൺസെപ്റ്റിന് മാച്ച് ആയത്, പക്ഷേ അത് ശരിയായില്ല. അതാരാടാ? എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ട് എന്താ കാര്യം? അവള് ശരിയല്ല. നീ ആളാരാന്ന് പറഞ്ഞില്ല. നിനക്കറിയാം, നമ്മളൊരു ജൂനിയർ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ജിയ?
വാട്ട്? ജിയോ? അത് തന്നെ. അവളോട് നിങ്ങളോടൊക്കെ പറയാൻ വേണ്ടി ഇരുന്നതാ. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവള് ശരിയല്ല. എന്താ നീ പറഞ്ഞു വരുന്നത്? അവൾക്ക് കുറെ വഴിവെട്ട ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പിന്നെ കേട്ടു. പിന്നെ വല്ല കാസ്റ്റേഴ്സ് ഒക്കെയാണ് അവളുടെ ടാർഗറ്റ്. അങ്ങനെ പലതും കേട്ടപ്പോ ഞാൻ എന്റെ ഇഷ്ടം അങ്ങോട്ട് കുഴിച്ചു മൂടി. ഞാനിതൊന്നും വിശ്വസിക്കില്ല. ഇതൊക്കെ ആരും മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാ അവളെ താഴ്ത്തി കേട്ടാൻ. Maybe. ആയിരിക്കാം. പക്ഷേ അതോടെ ഞാൻ വേണ്ടെന്ന് വെച്ചു. ഈ അടുത്ത് ഞാൻ കേട്ടു കോളേജിലുള്ള ഏതോ പ്രൊഫസറായിട്ടാണ് ഇപ്പൊ അവളുടെ നടത്തുന്നൊക്കെ. ആരാടാ ഈ മണ്ടത്തരമൊക്കെ നിന്നോട് പറയുന്നത്? ഇവിടുന്ന് പോയെങ്കിലും എനിക്കിപ്പോഴും ഇവിടെ കുറെ കണക്ഷൻസ് ഉണ്ട് കേട്ടോ. നീയോ ഒരു കണക്ഷൻസും? അവള് നിന്നെ മാക്കിയെന്നാ തോന്നുന്നേ. അവളെങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു? നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ? അത് ഞാൻ മറന്നുപോയി. ജിതു, സ്റ്റോപ്പ് ഇറ്റ് ഹിയർ. അവൾ അങ്ങനെ ഒരു പെണ്ണല്ല. നീ എന്തെങ്കിലും റൂമർ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ആദ്യം സത്യമാണോ എന്ന് അന്വേഷിക്കണം. അല്ലാതെ കേട്ടതെല്ലാം വെള്ളം തൊടാതെ വീഴുകയല്ല വേണ്ടത്. ശരി ശരി, അവളുടെ കാര്യം വിട്ട് വേറെ എന്തെങ്കിലും പറ. എനിക്കിനി ഒന്നും പറയാനില്ല. നീയോ ഇനി അവളെ പറ്റി അനാവശ്യം പറഞ്ഞു നടക്കരുത്. എന്നോട് പറഞ്ഞത് പറഞ്ഞു. ശരി ബോസ്.